നമസ്കാരം. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാനിലെ ടെഹ്റാനിൽ ആരംഭിച്ചതിൻ്റെ ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ആശങ്കയോടെയും ആകാംക്ഷയോടെയും ഈ സംസ്കാര ചടങ്ങുകൾ. നേരത്തെ ഇറാൻ പ്രഖ്യാപിച്ചതായിരുന്നു എങ്കിലും ദോഹ ചർച്ചകളുടെ തുടർച്ചയായി പുറത്തു വന്നിരുന്ന ചില വാർത്തകൾ ആശങ്ക ജനിപ്പിക്കുന്നതായിരുന്നു. US ഇറാൻ ചർച്ചകൾക്കെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയെ വധിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു എന്ന US രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് പുറത്തു വന്നത് മണിക്കൂറുകൾക്ക് മുമ്പാണ്. എന്നാൽ ചർച്ച പോസിറ്റീവായി അവസാനിച്ചു. ദോഹ ചർച്ച ഇറാനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായി അവസാനിച്ചു. ഇസ്രായേൽ ഭയന്നതുപോലെ ഇറാൻ ഉറച്ച നിലപാടെടുക്കുകയും ഒരു പരിധിവരെ അമേരിക്ക അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. അടുത്ത ഘട്ട ചർച്ചകൾക്കായി മധ്യസ്ഥർ കൈകൊടുത്താണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പിരിഞ്ഞത്. അതിനിടെയാണ് നേരത്തെ ഇറാൻ പ്രഖ്യാപിച്ചതുപോലെ അവരുടെ യുദ്ധ അതിജീവനം പ്രഖ്യാപിക്കുന്ന ചടങ്ങ് കൂടിയായ അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. ചടങ്ങുകൾക്കിടയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയേക്കും എന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. സംസ്കാര ചടങ്ങുകൾ മുതൽ സമാധാന ചർച്ചകൾ വരെ നടക്കുന്നത് എന്തൊക്കെ പരിപാടികളാണ്, അതുവഴി അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദമായി നമുക്ക് നോക്കാം. ആദ്യം സംസ്കാര ചടങ്ങുകളിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ആരംഭിക്കുന്നത്. ഇന്ന് ആരംഭിച്ചത് ഒരു സംസ്കാര ചടങ്ങ് മാത്രമല്ല, ഇറാന്റെ ഇസ്ലാമിക റിപ്പബ്ലിക്കിന് ഇപ്പോഴുള്ള വലിയ ജനപിന്തുണ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്ന ശക്തി പ്രകടനവും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ രാജ്യം നൽകുന്ന സന്ദേശവുമാണ്. അതായത് സംസ്കാര ചടങ്ങ് ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനമാണ്. ഇറാൻ കീഴടങ്ങില്ല എന്ന പ്രഖ്യാപനം. ഒരാഴ്ച നീളുന്ന ചടങ്ങുകളും വമ്പൻ ജനപങ്കാളിത്തവും അന്താരാഷ്ട്ര പ്രതിനിധികളുടെ സാന്നിധ്യവും ഇസ്രായേലിനെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. സംസ്കാരത്തിന് മുന്നോടിയായി പൊതുജനത്തിനും രാഷ്ട്ര നേതാക്കൾക്കും അന്തിമോപചാരം അർപ്പിക്കാൻ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല സമുച്ചയത്തിൽ പൊതുദർശനത്തിന് മൃതദേഹം എത്തിക്കുമ്പോൾ ലോകമാകെ ആശ്ചര്യത്തോടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ലോകോത്തരമായ ശക്തികൾ അപ്പുറത്ത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും രഹസ്യാന്വേഷണ ഏജൻസികൾ അവർ തലകുത്തി മറിഞ്ഞിട്ടും ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, അയത്തുള്ള അലി ഖമനേയിയുടെ പിൻഗാമി മുജ്തബ ഖമനേയി എവിടെ എന്ന കാര്യം. വധിക്കുമെന്ന് പ്രഖ്യാപിച്ച് നാണം കെട്ട് മുട്ടുമടക്കേണ്ടി വന്നു ഇക്കാര്യത്തിൽ ഇസ്രായേലിന്. രണ്ടാമത്തേത്, അയത്തുള്ള അലി ഖമനേയിയുടെ മൃതദേഹം എവിടെയാണ് ഇറാൻ സൂക്ഷിച്ചിട്ടുള്ളത് എന്നത്. ഫെബ്രുവരി 28-ന് ഇസ്രായേലും US-ഉം കൊലപ്പെടുത്തിയതിന് ശേഷം 106-ാം ദിവസം മൃതദേഹം ഈ ചടങ്ങിന് എത്തിക്കുമ്പോൾ ഇറാന് ഇത്ര രഹസ്യാത്മകമായി എങ്ങനെ സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യം. പൊതുജനങ്ങൾക്ക് വെളിപ്പെടുത്താത്ത ഒരു സൈനിക സർക്കാർ സുരക്ഷാ കേന്ദ്രത്തിലായിരുന്നു മൃതദേഹം സൂക്ഷിച്ചത് എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. പൊതു സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഭൗതിക ശരീരം ടെഹ്റാനിലേക്ക് കൊണ്ടുവന്നത്. ടെഹ്റാനിൽ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള പൊതുദർശനമാണ് ഇപ്പോൾ നടക്കുന്നത്. ചടങ്ങുകളുടേതായി പുറത്തു വന്ന സമയക്രമം ഇങ്ങനെയാണ്. ജൂലൈ 4 മുതൽ 5 വരെ ടെഹ്റാനിൽ വലിയ പൊതുയാത്രയും ആദരാഞ്ജലി പരിപാടികളും. ജൂലൈ 7 വിശുദ്ധ നഗരമായ ഖോമിൽ ചടങ്ങുകൾ. ജൂലൈ 8 ഇറാഖിലെ നജഫും കർബലയിലും ചടങ്ങുകൾ. ജൂലൈ 9 ഖമനേയിയുടെ ജന്മനാടായ ഇമാം റസ ആരാധനാലയത്തിൽ അന്തിമ കർമ്മങ്ങൾ. അതോടെ ചടങ്ങുകൾ പൂർത്തിയാകും. സംസ്കാര ചടങ്ങ് ഇറാൻ ലോകത്തിന് മുന്നിൽ പരാജയപ്പെട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ചടങ്ങ് കൂടിയാക്കി മാറ്റുകയാണ് ഇറാൻ. അതിൻ്റെ ഭാഗമായി 100ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികളെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചു. ഏറ്റവും പ്രധാനം ചൈന, റഷ്യ, പിന്നെ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ സാന്നിധ്യമാണ്. അവരെത്തും എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. യുദ്ധത്തിൽ US-ഉം ഇസ്രായേലും പണി 18 പയറ്റിയിട്ടും ഇറാൻ പിടിച്ചുന്നത് ഈ ത്രിരാഷ്ട്രങ്ങളുടെ പിന്തുണ കൊണ്ടാണ് എന്നാണ് വിലയിരുത്തൽ. എല്ലാവരും ആയുധ സഹായം നൽകിയില്ല, പക്ഷേ റഷ്യയുടെ നേരിട്ടുള്ള ആയുധ സഹായവും ഇറാന് ലഭിച്ചു എന്നതായിരുന്നു വിവരം. നിർണായക ഘട്ടത്തിൽ ചൈനയും രംഗത്തിറങ്ങി. ഇറാനെ സഹായിക്കുന്നു എന്നതിൻ്റെ പേരിൽ US ചൈന വാക്തർക്കവും ഭീഷണിയും ട്രംപിൻ്റെ ചൈന യാത്രയിലെ പരസ്പര കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. കൂടാതെ ഇന്ത്യയും പങ്കെടുക്കും എന്നാണ് സൂചന. ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധി സംഘം, വിദേശകാര്യ സഹമന്ത്രി പബ്രിദ മാർഗരിറ്റയുടെ നേതൃത്വത്തിലുള്ള സംഘം ചടങ്ങിന് എത്തും എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഇതുകൂടാതെ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ, അഫ്ഗാനിസ്ഥാനിലെ പ്രതിനിധികൾ, ലെബനനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാന്റെ പ്രാദേശിക സഖ്യകക്ഷികളുടെ പ്രതിനിധികൾ മുതലായവർ പങ്കെടുക്കും. ഇറാനിലെ പ്രമുഖ നേതാക്കൾ, ഇറാൻ പ്രസിഡന്റ് മഷൂദ് പെഷസ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ്, IRGCയുടെ മുതിർന്ന കമാൻഡർമാർ, പ്രമുഖ ഷിയ മത പണ്ഡിതർ, ഇങ്ങനെ ലോകം ഉറ്റുനോക്കുന്ന ആ ചടങ്ങിൽ പ്രമുഖമായ സാന്നിധ്യം ഉണ്ടാകും. അയത്തുള്ള അലി ഖമനേയിയുടെ മകനും പുതിയ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനേയിയുടെ സാന്നിധ്യത്തെയാണ് ലോകം കാത്തിരിക്കുന്നത്. ഇസ്രായേൽ വധിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഖമനേയി രഹസ്യ കേന്ദ്രത്തിലിരുന്നാണ് രാജ്യഭരണം ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. എന്നാൽ സംസ്കാര ചടങ്ങോടെ ഇറാൻ പഴയ മട്ടിലേക്ക് മടങ്ങും എന്നാണ് കരുതുന്നത്. അതിന്റെ ഭാഗമായി മുജ്തബ ചടങ്ങിനെത്തിയേക്കും എന്ന് ലോകമാകെ കാത്തിരിക്കുന്നു. എന്നാൽ ദോഹ ചർച്ചകൾക്കിടയിൽ പോലും
പോലും ഇറാൻ നേതാക്കൾക്ക് നേരെ വധശ്രമത്തിന് നീക്കം നടത്തി ഇസ്രായേൽ എന്ന US-ന്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഇറാൻ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. അവിടെ ചർച്ചയ്ക്കെത്തിയ അബ്ബാസ് അരാക്ചിയെ വധിക്കാനായിരുന്നു അത്ര നീക്കം. നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള വെറും തമ്മാടിക്കൂട്ടമല്ലേ നീചന്മാരുടെ സംഘം, എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ. ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങിലും അവരുടെ നാണക്കേട് മറയ്ക്കാൻ ആക്രമണം നടത്തിക്കൂടായികയില്ല എന്ന് ഇറാൻ കരുതുന്നുണ്ട്. അതുകൊണ്ടുകൂടി മുജ്തബയുടെ വരവ് സംബന്ധിച്ച് സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സുരക്ഷാ സംബന്ധിയായ കാര്യങ്ങളിൽ തീരുമാനം എടുത്തതിന് ശേഷം അദ്ദേഹം സാന്നിധ്യം അറിയിച്ചേക്കും, ചടങ്ങിൽ അദ്ദേഹം സംബന്ധിച്ചേക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ ലോകത്തിന് അപ്രതീക്ഷിതമായി ഇറാൻ ഇതുപോലെ പല സർപ്രൈസുകളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഇറാനിൽ പ്രത്യേകിച്ച് ടെഹ്റാനിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന സർക്കാർ ഓഫീസുകൾ അവധിയാണ്. നഗരമധ്യത്തിലെ ഗതാഗതത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വിമാന ഗതാഗതത്തിൽ താൽക്കാലിക നിയന്ത്രണങ്ങൾ. ഇത് ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംസ്കാര ചടങ്ങുകളിൽ ഒന്നാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 1.5 മുതൽ 2 കോടി വരെ ജനങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി ഈ ദിവസങ്ങളിൽ പങ്കെടുക്കും എന്ന് ഇറാൻ അനൗദ്യോഗികമായി പറയുന്നുണ്ട്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ദോഹ ചർച്ചകൾ, ഇറാൻ അമേരിക്ക മധ്യസ്ഥ ചർച്ചകൾ. ഈ സാഹചര്യം ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം മധ്യസ്ഥരുടെ നേതൃത്വത്തിലുള്ള ചർച്ചകളാണ്, നേരിട്ടുള്ള ചർച്ചകളല്ല നടന്നത് എന്നാണ്. ഖത്തർ മധ്യസ്ഥരായി 2 വിഭാഗങ്ങളുമായി പ്രത്യേകം ചർച്ച നടത്തി. ഈ ചർച്ചകളുടെ തുടർച്ചയായി പരസ്പരം ആശയവിനിമയം നടത്തി. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സാമ്പത്തിക വിഷയങ്ങൾ, ഹോർമുസ് കടലിടുക്കിലെ സ്ഥിതി, സുരക്ഷാ ക്രമീകരണങ്ങൾ, വിദേശ ആസ്തികൾ, ആണവ വിഷയം എന്നിവയാണ് പ്രധാനപ്പെട്ട അജണ്ടകൾ ഉണ്ടായിരുന്നത്. മധ്യസ്ഥർ ഇരുവിഭാഗങ്ങളുമായി ആശയവിനിമയം നടത്തി. ഈ രീതിയാണ് ചർച്ചയ്ക്കുണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തിയ ധാരണാപത്രം പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ഈ ചർച്ചകളിൽ ഇറാന് അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടു പോയതിനുള്ള ഫലം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ചില മേഖലകളിൽ പുരോഗതി കൈവരിച്ചുവെങ്കിലും പ്രധാന തർക്ക വിഷയങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടും ഇല്ല. ഇറാൻ ഇതുവരെയുള്ള നിലപാടുകളിൽ സമ്പൂർണ്ണമായി ഉറച്ചു നിന്നു. US-ന് പലയിടത്തും വഴങ്ങേണ്ടിയും വന്നു അത്രേ. ഒന്നാമത്തേത് ആസ്തിയുടെ കാര്യം. ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ലക്ഷ്യം വെച്ച് US എടുത്ത നടപടികളായിരുന്നു ഇറാന്റെ മേലുള്ള ഉപരോധം. അതുകൂടാതെ വിദേശ ആസ്തികൾ മരവിപ്പിക്കൽ. എന്നാൽ ദോഹ ചർച്ചയിൽ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുന്നത് സംബന്ധിച്ച നിർദ്ദേശം ഉയർന്നു. അത് നേരത്തെ ഇറാൻ ആദ്യം തന്നെ വെക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നാണ്. മരവിപ്പിച്ച ഫണ്ടുകൾ ആദ്യഘട്ടമായി ഒരു ഭാഗം വിട്ടു നൽകുന്നതിന് US സമ്മതിച്ചു. ഖത്തറിലെ ബാങ്കിലുള്ള ഇറാന്റെ $600 കോടി ആസ്തിയിൽ 300 കോടി അടിയന്തരമായി വിട്ടു നൽകും. ഭക്ഷ്യ വൈദ്യശാസ്ത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് അനുമതി. ഇറാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക വർഷങ്ങളായി പിന്തുടർന്ന പ്രധാന ഉപാധികളായിരുന്നു വിദേശ ആസ്തി മരവിപ്പിക്കൽ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഭാഗികമായി നേട്ടമുണ്ടായത് ടെഹ്റാന്റെ നയതന്ത്ര വിജയമായി കരുതുന്നു. ഇനി രണ്ടാമത്തേത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഹോർമുസ് കടലിടുക്ക് നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തീരുമാനം. വാണിജ്യ കപ്പലുകൾ തങ്ങൾ നിർദ്ദേശിച്ച സമുദ്രപാതയിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ എന്ന നിലപാടിൽ ഇറാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അമേരിക്ക ഈ ആവശ്യം പിൻവലിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും ചർച്ചയിൽ പൂർണ്ണ വിജയം നേടാനായില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം സംഘർഷം ഒഴിവാക്കാനും ധാരണാപത്ര ലംഘനങ്ങൾ ഉടൻ റിപ്പോർട്ട് ചെയ്യാനും പ്രത്യേക ആശയവിനിമയ സംവിധാനങ്ങൾ ഹോർമുസിനെ മുൻനിർത്തി രൂപീകരിക്കാൻ ധാരണയായിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ വ്യാപാര ഗതാഗതം സാധാരണ നിലയിലാക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ സേവന നിരക്ക്, ടാക്സ്, ചുങ്കം ഈടാക്കുന്ന പദ്ധതിയുമായി ഇറാനും ഒമാനും മുന്നോട്ടു പോകുന്നു എന്നാണ് റിപ്പോർട്ട്. മലാക്ക, സിംഗപ്പൂർ കടലിടുക്കുകളിലെ മാതൃകയിൽ സ്വമേധയാ നൽകുന്ന സേവന ഫീസ് സംവിധാനമാണ് ഒമാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അമേരിക്ക ഈ നിർദ്ദേശത്തോട് യോജിച്ചിട്ടില്ല പൂർണ്ണമായും. എന്നാൽ ഇറാന്റെ നിലപാട് മനസ്സിലാക്കി കൂടുതൽ ചർച്ച നടത്താനാണ് ഇപ്പോഴത്തെ ശ്രമം. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്ന ഇറാൻ പൂർണ്ണമായും പിന്മാറണം എന്ന സമീപനത്തിൽ നിന്ന് US കൂടുതൽ പ്രായോഗിക നിലപാടിലേക്ക് ചർച്ചകൾക്ക് ശേഷം മാറിയതായാണ് വിലയിരുത്തൽ. മൂന്നാമത്തെ കാര്യം, ആണവ പദ്ധതി നിയന്ത്രിക്കുക എന്നതാണ്. ഇക്കാര്യത്തിൽ പിന്നീട് ചർച്ച മതി എന്ന് ഇറാൻ ആവർത്തിച്ച് എടുത്ത നിലപാടാണ്. തുടക്കത്തിൽ US വലിയ കടുംപിടുത്തുണ്ടായിരുന്നു. ഇതില്ലാതെ പരിപാടിയില്ല, യുറേനിയം മൊത്തം ഞാൻ കൊണ്ടുപോകും എന്ന ട്രംപ് പറഞ്ഞ് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. ഒടുവിൽ അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ് US. ദോഹയിൽ അത് കാര്യമായി ഉന്നയിച്ചതേയില്ല. അതുകൊണ്ട് തീരുമാനവും ആയില്ല. ഇറാന്റെ ആണവ പദ്ധതി ചർച്ചയാക്കാനും അതിൽ ഒരു തീരുമാനത്തിലേക്ക് യുദ്ധത്തിന്റെ ഭാഗമായുള്ള കരാറിനെ എത്തിക്കാനും US പ്രതിനിധികൾ നീക്കം നടത്തി. പക്ഷേ വിജയിച്ചില്ല. ആണവകാര്യം തുടർ ചർച്ചകളിൽ തീരുമാനമെടുക്കാൻ മാറ്റിവെച്ചു എന്ന് JD വാൻസ് തന്നെ ചർച്ചകൾക്ക് ശേഷം പ്രതികരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ഉയർത്തിയ പരമാവധി ആവശ്യങ്ങൾ ഉടൻ നടപ്പാക്കണം എന്ന നിലപാടിൽ നിന്ന് ചില വിഷയങ്ങളിൽ ഘട്ടം ഘട്ടമായ സമീപനത്തിലേക്ക് വാഷിംഗ്ടൺ മാറുന്നു. ഇത് പോസിറ്റീവാണ്. ഫണ്ട് പൂർണ്ണമായി വിട്ടു നൽകുന്നതും ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതും ഇറാൻ ധാരണാപത്രം പാലിക്കുന്നതുമായി ബന്ധിപ്പിച്ച് തന്നെയാണ് അമേരിക്ക കാണുന്നത്. ഈ സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ നിലപാടിൽ ഉറച്ചുനിന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഇറാനെ സംബന്ധിച്ച് ദോഹ ചർച്ച നയതന്ത്ര വിജയമാണ്. വിദേശ ആസ്തി വിട്ടു നൽകുന്നതിനെ സ്വാഗതം ചെയ്ത ഇറാൻ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിലും
ദേശീയ പരമാധികാരത്തിലും വിട്ടുവീഴ്ചയില്ലെന്ന സന്ദേശം വീണ്ടും ആവർത്തിച്ചു. അമേരിക്ക കരാറിലെ എല്ലാ ബാധ്യതകളും പാലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഫെബ്രുവരി 28-ന് അയത്തുള്ള അലി ഖമനേയെയും രാഷ്ട്ര നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും കുടുംബാംഗങ്ങളെയും ഇസ്രായേൽ ഇറാന്റെ പരമാധികാരത്തിന്മേൽ കടന്നുകയറി വധിച്ചപ്പോൾ ലോകം കരുതിയതാണ് ഇറാൻ തീർന്നു എന്ന്. പിന്നാലെ ഇറാനിൽ റെജിം ചേഞ്ച് പ്രഖ്യാപിച്ച് ഇസ്രായേലും US-ഉം രംഗത്ത് വന്ന് മസിൽ പവർ കാണിക്കുകയും ചെയ്തു. എന്നാൽ ഇറാൻ തളർന്നില്ല. അവൻ്റെ ഒരു റെജിം ചേഞ്ച് എന്നും പറഞ്ഞ് ഇറാൻ പ്രതിരോധിച്ചു, തിരിച്ചടിച്ചു. യുദ്ധമെങ്കിൽ യുദ്ധം എന്ന് പറഞ്ഞ് അന്തസ്സ് പണയം വെക്കാതെ പോരാടി. നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും പരിപ്പെടുത്ത നീക്കം ഇതൊരു നടക്ക് പോകില്ലെന്ന് ട്രംപിന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഒടുക്കമാണ് ചർച്ചയ്ക്കിരുന്നത്. ഇറാന്റെ നിലപാടുകൾ ഓരോന്നായി അംഗീകരിച്ചത് ദോഹ ചർച്ച ഇങ്ങനെ അവസാനിച്ചിരിക്കുന്നു. 106-ാം ദിവസം ലോകത്തെ സാക്ഷിയാക്കി ലക്ഷങ്ങളുടെ ആദരവേറ്റുവാങ്ങി ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ഇസ്രായേൽ കൊന്ന അയത്തുള്ള അലി ഖമനേയ്ക്ക് ഇറാൻ അന്ത്യയാത്രയപ്പ് നൽകുന്നു. ലോകം അതിന് സാക്ഷിയാകുന്നു. കൊല്ലപ്പെട്ട സമയത്ത് US-നെയും ഇസ്രായേലിനെയും പേടിച്ച് അന്ത്യാഞ്ജലിയോ അനുശോചന സന്ദേശമോ പോലും അറിയിക്കാതെ മാളത്തിൽ ഒളിച്ച രാഷ്ട്ര നേതാക്കളും ചില ലോക ഗുരുക്കന്മാരുമെല്ലാം ഇപ്പോൾ ആ പേടിയില്ലാതെ ഇറാന്റെ മുന്നിൽ രാജ്യത്തിൻ്റെ ആദരമർപ്പിക്കാൻ പ്രതിനിധി സംഘത്തെ തന്നെ അയക്കാൻ തയ്യാറായിരിക്കുന്നു. ഫെബ്രുവരി 28-ന് തങ്ങളുടെ പരമാധികാരത്തിന്മേൽ ഏൽപ്പിച്ച ആ കനത്ത ആഘാതത്തിന് പ്രതികാരം ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇറാൻ. അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാരം അവരുടെ രാഷ്ട്രീയ പ്രസ്താവന കൂടിയാവുകയാണ്. ഇതാ ഞങ്ങൾ കീഴടങ്ങാതെ അന്തസ് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് അന്തസ്സിന് മേൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ഞങ്ങൾ ഇതാ കീഴടങ്ങാത്ത രാജ്യം എന്നവർ പ്രഖ്യാപിക്കുന്നു. എല്ലാം കണ്ട് US-ഉം ഇസ്രായേലും ട്രംപും നെതന്യാഹുവും പരിഹാസ്യരായി ലോകത്തിന് മുന്നിൽ നഗ്നരായി നിൽക്കുന്നു. ഇനിയത്തെ പൂരം കണ്ടു തന്നെ അറിയണം. നന്ദി, നമസ്കാരം.